PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. കേരള നെൽവേലി നീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപം കൊള്ളുന്ന ജില്ലാ ഓതറൈസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കേരള നെൽവേലും നീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപം കൊള്ളുന്ന ജില്ലാ ഓതറൈസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. ഇനി ഈ ചോദ്യം ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. കേരള നെൽവേലും നീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപം കൊണ്ട ജില്ലാ ഓതറൈസ് കമ്മിറ്റി. ആ ജില്ലാ ഓതറൈസ് കമ്മിറ്റിക്ക് രൂപം കൊള്ളാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് അല്ലെങ്കിൽ അതിന് രൂപം കൊള്ളിച്ചത് ആരാണെന്ന് വെച്ചാൽ ജില്ലാ കളക്ടറാണ്. ഇനി അതിന്റെ ചെയർമാൻ എന്ന് നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. ഇനി ഈ പറയുന്ന ജില്ലാ ഓതറൈസ് കമ്മിറ്റി അല്ലെ, അതിന്റെ കൺവീനർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ആയിരിക്കും. ഇനി കേരള നെൽവേൽ നീർത്തട സംരക്ഷണ നിയമം എന്താണ്? 2008 അതിന്റെ പ്രസക്തി എന്താണ്? കേരളത്തിലെ കാർഷിക മേഖലയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, ഇതിലെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് കേരള നെൽവേലി നീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇനി ഇതിന്റെ ബേസിസിൽ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആകാം, അല്ലെങ്കിൽ മേയർ ആകാം. ഈ പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാന 3 കർഷകർ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും. പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ കർഷകരുടെ 3 പ്രതിനിധികൾ കാണാം. അതുപോലെ പ്രാദേശിക മോണിറ്ററിംഗ് കമ്മിറ്റി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഈ പുതിയ ഫാക്ട്സ് നിങ്ങൾക്ക് മനസ്സിലായോ? തീർച്ചയായും ഇത് നിങ്ങൾക്ക് പരീക്ഷ ഉപകാരപ്പെടും.